ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴിന്ന് കുക്കറിൽ ഒരു 3 തക്കാളിയും പിന്നെ ഒരു 1/4 കപ്പോളം കടലപ്പരിപ്പും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ദോശയിലൂടെയോ ഇഡ്ഡലിയിലൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി അത്യാവശ്യം വലുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം കടലപ്പരിപ്പ് എടുത്ത് നന്നായിട്ട് ഒന്നങ്ങ് വാഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് കടലപ്പരിപ്പ് കേട്ടോ. നമ്മുടെ വടപ്പരിപ്പിൻ്റെ അതേപോലെയൊക്കെ ഇരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടലപ്പരിപ്പില്ലെങ്കിൽ വടപ്പരിപ്പ് എടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്കൊരു 4ഓളം വറ്റൽമുളകുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവ് കുറഞ്ഞതായതുകൊണ്ടാണ് ഞാൻ 4 ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ളതാണെങ്കിൽ ഒരു 3 ഒക്കെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് പുളിയും ഒരു 1/4 ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പോളം വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിൽ കേൾക്കുന്നവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാവും. പിന്നെ നമ്മൾ ഈ ഓഫീസിലൊക്കെ പോകാനോ അല്ലെങ്കിൽ രാവിലെ കുട്ടികളെ സ്കൂളിലൊക്കെ വിടണമെങ്കിൽ പെട്ടെന്നൊരു കറിയൊക്കെ റെഡിയാക്കണമെങ്കിൽ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ. നിമിഷങ്ങൾക്കുള്ളിൽ റെഡിയാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമുക്കിന്ന് അടുപ്പത്തേക്ക് മാറ്റാം. ഇപ്പോൾ ദാണ്ട ഒരു 4 വിസിലൊക്കെ കേട്ട് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അവിടെ നമ്മുടെ തക്കാളിയും പച്ചമുളകും പരിപ്പും എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അവിടെ നിന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ ഇതാണ്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതങ്ങോട്ട് ഈ വെള്ളത്തോട് കൂടി തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു വട്ടം നിങ്ങൾ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പിന്നെ ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ ഇത് ഉണ്ടാക്കുക കേട്ടോ. അതെനിക്ക് ഉറപ്പാണ്. നല്ല ടേസ്റ്റിയാണ് ഈ കറി കേട്ടോ. അപ്പോൾ അതാണ്ട് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ അതാണ്ട് നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്നെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി, ഒരുപാടൊന്നും ആവശ്യമില്ല. ഇനി ഒരു 1/2 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിക്കാം. ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കേ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3-4 വെളുത്തുള്ളി എടുത്തൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 4-5 ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി വലുതാണെങ്കിൽ ഒരു 2 ഒക്കെ എടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി ഒന്നങ്ങ് വേവിച്ചെടുക്കാം. കളറൊന്നും അങ്ങ് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നങ്ങ് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ദാണ്ട് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവം വരെയൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. കണ്ടോ അത്യാവശ്യം ഒന്നും ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു 3/4 കപ്പോളം വെള്ളവും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളമൊക്കെ ചേർക്കാം. കുറച്ച് നല്ല ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചധികം വെള്ളം ചേർക്കാം. തിക്കായിട്ട് വേണമെങ്കിൽ വെള്ളം കുറച്ച് ചേർക്കാം. ഞാനത് കറക്റ്റ് ഒരു പാകത്തിനുള്ള വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂണോളം സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സെറ്റ്
ആവും കേട്ടോ. വളരെ എളുപ്പം കഴിഞ്ഞില്ലേ? വളരെ എളുപ്പം കഴിയും. പക്ഷെ നല്ല ടേസ്റ്റുമാണ്. കണ്ടോ നന്നായിട്ട് കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല കുറുകിയ നല്ല ക്രീമി ആയിട്ടുള്ളൊരു കറിയാണ് കണ്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഫൈനലി കുറച്ച് ശർക്കരയോ ഒക്കെ ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അപ്പം ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ട്രൈ ആക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി റെസിപ്പി